അൽഹംദുലില്ലാഹ് ഹസന സിയാറയുടെ ഏർവാടി സംഘം ഏർവാടിയിലെത്തി 2ാം ദിവസത്തെ വീഡിയോ ആണ്. ഇത് കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ചില സാങ്കേതിക കാരണങ്ങൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഏർവാടിയിലെ പരിസരങ്ങൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെ കാട്ടുപള്ളിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാട്ടുപള്ളി അബ്ബാസ് മന്ത്രിയെ സിയാറത്ത് ചെയ്യണം, അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം ഡോക്ടറെ സിയാറത്ത് ചെയ്യണം, അങ്ങനെ എല്ലാ ഉദ്ദേശങ്ങളുമായി എത്തിയിട്ടുള്ളതാണ്. ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഏർവാടിയിലേക്ക് വന്ന സമയത്ത് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നവരും ഇവിടുത്തെ മഹാനവറുകളുടെ മന്ത്രിയുമായിരുന്ന ഒരാളായിരുന്നു അബ്ബാസ് മന്ത്രി. നമുക്കറിയാം, ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളെ മന്ത്രി എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു രാജാവാകുമ്പം മന്ത്രി ഉണ്ടാവും, ഭടന്മാരുണ്ടാവും, അതുപോലെ തന്നെ ഡോക്ടർമാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിൽപ്പെട്ട അബ്ബാസ് മന്ത്രി എന്ന് പറയുന്ന മഹാനവറുകളുടെ ചാരത്തപ്പം നമ്മളിലേട്ടാ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അബ്ബാസ് മന്ത്രിയുടെ ചാരത്ത് ഇപ്പം ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു, അവിടെ കേസുകൾ ഏൽപ്പിക്കുന്ന വിഷയം പറഞ്ഞില്ല അവിടെ. എന്നാൽ കൂടുതൽ പേര് പറയുന്നത് വെച്ചാൽ നമ്മളെ കേസുകൾ ഏൽപ്പിക്കേണ്ടത് ഇവിടെയാണെന്നാണ്. പിന്നെ ചില ഉസ്താദന്മാർ പറയുന്നതായി കാണാം, ഏത് കേസും എവിടെ ഏൽപ്പിച്ചാലും ആദ്യം മന്ത്രിൻ്റെ അടുത്തേക്കാണ് കേസ് വരാം. ശരിക്കും ആ ഒരു കീഴ്വഴക്കതാണ് മന്ത്രി. മന്ത്രി എന്ത് ചെയ്യും, നേരെ ഡിവൈഡ് ചെയ്യും ഓരോ കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഈ മന്ത്രിൻ്റെ അടുത്ത് നിന്ന് കുറേ കേസ്, ഇവിടെ വരുന്ന കേസ് എന്ത് ചെയ്യും, ഇവിടുന്ന് അർക്കാസുമ ബീവിയാണ് കുറച്ച് അപ്പുറത്ത് പോകാനുള്ള. അവിടുന്ന് എന്ത് ചെയ്യും, ഇളക്കമുണ്ട്. അതുപോലെ വാൽനോക്കെന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമുണ്ട്, അവിടുന്ന് ഇളക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാട്ടുപടി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെങ്ങലം ആൾക്കാർ കാണാം. ഇവിടെയൊക്കെ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തും, അല്ലാതെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് മാത്രമല്ല, മനസ്സിലായി, എല്ലാ സ്ഥലത്തും തന്നെ കേസ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ നേരത്തെ പോയില്ലേ കൊടിമരം കണ്ട കടപ്പ്, അവിടെ കണ്ടിട്ടാ ഓരോരോ കേസിൻ്റെ രൂപങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലത്ത് പോകുമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അബ്ബാസ് മന്ത്രിയുടെ ചാര നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ പൊന്നുമോനെ പറഞ്ഞ് ദീനി നിലനിർത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പനെ പറഞ്ഞു. ആ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയ്ക്ക് ഒരു മന്ത്രിയാവുക എന്നുണ്ടെങ്കിൽ അത്രയും അദ്ദേഹത്തിന് വലിയ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണല്ലോ, വെറുതെ ആരെങ്കിലും പിടിച്ച് മന്ത്രിയാക്കുമല്ലോ. അപ്പോൾ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മഹാന്റെ ദർബാറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ദുആന് നല്ല ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാട്ടാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഈ മക്കാമിലും ആ മക്കാമിലൊക്കെ എന്തുണ്ട്, ഇവിടെ എന്ത് ചെയ്യും, മറ്റേ മരുന്ന് തന്നെ കിട്ടും. മരുന്ന് നിങ്ങൾക്ക് ഏത് വാങ്ങണം, നിങ്ങൾ ഇഷ്ടം എവിടുന്ന് വാങ്ങണം, രണ്ടിടത്തും ഒരേ കവറും ഒരേ പൊതിയായിരിക്കും. അവിടെ ഡോക്ടറാണ്, ഡോക്ടറെ അടുത്തുള്ള മരുന്ന് കിട്ടും, ഇവിടെയും മരുന്ന് കിട്ടും. അപ്പം ഇനി നമ്മൾ കൊടുത്തതിന് ശേഷം അത് വേണ്ട എന്ന് നോക്കിയത്, നമ്മൾ ഇവിടുന്ന് വാങ്ങാം അവിടുന്ന് വാങ്ങാം. ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മുമ്പേ നമ്മുടേതാണ് ആവശ്യം, നമുക്കാണ് ആവശ്യം എങ്ങനെ വേണം വേണ്ട എന്നുള്ളത് കേട്ടോ. അപ്പം നോക്കിയിട്ട് വാങ്ങട്ടെ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം, കാശ്മീരും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനെ കുളിരണിയണോ, ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. അബ്ബാസ് മന്ത്രി തങ്ങളുപ്പാപ്പയെ സിയാറത്തെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹസന ഉംറ സംഘം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഈ കാണുന്ന ഭൂമികൾ മുഴുവനും ഇവിടെ ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന സ്ഥലം. അതായത് ഇവിടെയൊക്കെ ഒരുപാട് ശുഹദാക്കൾ ഇനിയും തെളിയാത്തതുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ശുഹദാക്കളുള്ള സ്ഥലമാണ്. മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് മാനസിക രോഗികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും ഇല്ല, വളരെ കുറവായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക്. അതൊരുപാട് നിയമപ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിലവിൽ നമ്മൾ അബ്ബാസ് മന്ത്രിയെ സിയാറത്ത് ചെയ്തു അല്ലേ, അബ്ബാസ് മന്ത്രിയെ സിയാറത്ത് ചെയ്തു. അതേ കാലത്ത് അന്ന് കാലങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യുദ്ധങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ്. ദീനീ പ്രബോധനവുമായി ബന്ധപ്പെട്ടിട്ട് ഘോരമായ യുദ്ധം നടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ യുദ്ധത്തിന് സ്വാഭാവികമായിട്ടും 2 ടീമുകാർക്കും പരിക്കുണ്ടാവാന്നുള്ള സ്വാഭാവികമാണ്.
അത് വിജയിച്ചവർക്കും പരാജയപ്പെടും, അതായത് ഇസ്ലാമിലുള്ളവർക്കും ഉണ്ടാവും, ശത്രുക്കൾക്കും ഉണ്ടാവും. അതുപോലെ നമ്മുടെ ആളുകൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ കാര്യമായി അന്ന് കാലങ്ങളിൽ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഉപ്പാപ്പയുടെ സ്പെഷ്യൽ ഡോക്ടർ, ആ ഡോക്ടറായിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീം ഡോക്ടർ എന്നുള്ളവർ. മഹാനവറുകൾ അന്ന് കാലത്ത് പരിക്കേറ്റവർക്ക് ചികിത്സിച്ചിരുന്നു എന്നു മാത്രമല്ല ഇന്നും മഹാനവറുകൾ ഇവിടെ ചികിത്സ തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. മഹാനവറുകൾ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് വലിയ ഫലമുള്ള മക്കാമാണ് ഈ മക്കാം. ഓരോന്നും ഫലമുള്ളത് തന്നെ, ഒന്നിനൊന്നും മോശമൊന്നുമല്ല. എങ്കിലും ഇത് സ്പെഷ്യൽ ഡോക്ടറാണ്. മനസ്സിലായി, ഈ ഡോക്ടർ സ്പെഷ്യൽ. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഏർവാടിയിൽ 10-15 വർഷമായി നിൽക്കുന്ന മലയാളിയായ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാം, ഉസ്താദ് ഹക്കീം ഡോക്ടർ എത്തി എന്ന് പറഞ്ഞാൽ അന്നോര അത്രക്കും സ്പെഷ്യൽ പവറാണ് അവിടെ. ഇപ്പോഴും ഇവിടെ നിന്നാണ് ചികിത്സ നടന്നുകൊടുക്കാന്ന്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ പറഞ്ഞാൽ മതി, അന്ന് ഇവിടുത്തെ ചികിത്സ തന്നെ ഇവിടെ പറഞ്ഞ് ഏൽപ്പിക്കുക. പിന്നെ സ്ഥിരമായി ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ കാണില്ല. മുമ്പൊക്കെ ഇവിടെ പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്ന ആ പ്രശ്നമായിട്ടല്ലേ ഇവിടെ ചെങ്ങലമൊക്കെ കാണുന്നത്. അപ്പോൾ ആയിരിക്കും ഒരാൾ നോക്കി ആയിരിക്കും കാണില്ലേ, അവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ആൾക്കാരാണ്. ഇവിടുത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചികിത്സാ രീതി ഇവരെന്തെങ്കിലും ചിലപ്പോൾ ഇവിടെ പുതച്ച് കിടക്കുന്നുണ്ടാവും, പക്ഷെ കിടക്കണ എന്താണ് അവർ ചികിത്സയിലാണ്. മനസ്സിലായില്ലേ? നിലവിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാതെ കിടക്കുന്ന രൂപമാണ്. അപ്പം അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ചികിത്സിച്ചുകൊണ്ട് പരിഹാരം കാണിച്ചു വരുന്ന വലിയ ഒരു ഡോക്ടറാണ് മഹാനായ ഹക്കീം ഡോക്ടർ ഉപ്പാപ്പ. ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഉപ്പാപ്പാനെ കാലത്തെ ചികിത്സിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൊണ്ടാണല്ലോ. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണുകൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണുകൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂർ ജൈത്രയാത്ര തുടരുമേ ഹസന ഹോളിഡേയ്സ്, സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്. പോകുവാനൊരുക്കമോ, താജ്മഹൽ കാണുവാനിനി തിടുക്കമോ, മഞ്ഞ് മൂടും താഴ്വരകൾ താണ്ടി ഉലകിലെ സുവർഗം കാശ്മീർ പോകുവാനൊരുക്കമോ നിങ്ങൾ. കടൽ കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ. കടൽ കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ. ഉദകമണ്ഡലം ഊട്ടി മൈസൂരും താണ്ടി നല്ല വിസ്മയങ്ങൾ കാണും യാത്ര പോകാം നമ്മൾ. വാതിലുള്ള കാഴ്ച കലയലക്ക് കാലവേഗി നിത്യം ആഗ്രഹങ്ങൾ പൂത്തു കണ്ട് സ്വപ്നമോ പുലർന്നുകൊണ്ട് ഭൂമി സ്വർഗമാക്കണം ഇനിയുള്ള കാലമിൽ. നാദലേഖനം നമുക്ക് പത്തരമാറ്റ് തൗഫീഖ് വേഗമൊരുങ്ങാം നമുക്ക് ഇന്ന് തന്നെയാ. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. കാണിച്ചു നിന്ന് കാണിച്ചു.
ഇപ്പം നമ്മളുള്ളത് ഹസന സിയാറ സംഘം ഉള്ളത് കഞ്ഞിപ്പള്ളിയിലാണ്. ഏർവാടിയിൽ നിന്ന് അല്പം ദൂരം നടന്നു കഴിഞ്ഞാൽ കഞ്ഞിപ്പള്ളി എത്തും. ഇവിടുത്തെ കഞ്ഞിക്ക് ഒരുപാട് മഹത്വമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും ആ കഞ്ഞിപ്പള്ളിയിൽ നമ്മൾ ഉച്ച സമയത്ത് എത്തി. ഈ സമയത്താണ് ഇവിടെ കഞ്ഞി വിതരണം ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ എല്ലാവരും കഞ്ഞിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. കണ്ടില്ല, എല്ലാവരും കഞ്ഞിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇവിടുന്ന് ബറക്കത്തിൻ്റെ കഞ്ഞി കുടിച്ചാൽ വയറിനൊക്കെ ആശ്വാസമാണെന്നൊക്കെ പറയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ ഇത് കഞ്ഞിപ്പള്ളിയുള്ള മഹദി അവറുകളുടെ ദർബാറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ അർക്കാസ് ഉമ്മയുടെ സിയാറ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഞ്ഞിപ്പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഹസന സിയാറ സംഘം ഇന്ന് ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. യാ അക്രമ എന്നുള്ള ബൈത്ത് ആരംഭപ്പുവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ്. ഹബീബിൻ്റെ മദ്ഹുകൾ വെച്ച് ഏത് ദർബാറിന്ന് ദുആ ചെയ്താലും അതിന് ദുആന് ഇജാബത്ത് കൂടുതലാണ്. എന്തേ കാരണം? നമ്മളിപ്പോൾ അൽ ഫാത്തിഹ വിളിച്ച് എല്ലാവരും എന്ത് ചെയ്യുക, ഫാത്തിഹ ഓതി ഇഖ്ലാസ് മുഅബ്ബിദത്തിനെല്ലാം ഓതി. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഖുർആനോത്ത് പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് ആരും ഗ്യാരണ്ടി വരാൻ പറ്റുമോ? ആ ബാക്കിലൊക്കെ പറ്റുമോ? അങ്ങനെ പറയാൻ ഡിമാൻഡുള്ള പോലെ നമുക്ക് സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലും പാടലുമാണ്. അപ്പം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് മുത്തിനെയാണ് അല്ലേ? ആ മുത്തിൻ്റെ ഏറ്റവും സ്വീകാര്യോഗ്യമായ പ്രധാനപ്പെട്ട ബൈത്തുകളിൽപ്പെട്ട ഒന്നാണ് യാക്രം വൈത്ത്. ആ ഒരു യാക്രം വൈത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ പേരക്കുട്ടിയാവുന്ന ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാപ്പയുടെ കാലത്ത് അവർ ജീവിച്ചു പോയ ശുഹദാക്കളുടെ സാന്നിധ്യത്തിൽ നിന്ന് ചൊല്ലുമ്പോൾ അത് നമ്മുടെ ദുആഇന് ഇജാബത്ത് കിട്ടാനും നമ്മുടെ സിയാറത്തിന് ഖബൂലിയത്ത് കൂടാനൊക്കെ വലിയ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും മൊബൈൽ തുറന്നാ ബിസ്മില്ലാ. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم مولاي صل ولن يضيق رسول الله جاهك بإذا الكريم تحلى باسم منتقم مولاي صل فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي سلم دائما أبدا على يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي കഞ്ഞിപ്പള്ളിയിൽ നിന്ന് അല്പം മദ്ഹുകളെല്ലാം പാടിയതിനു ശേഷം അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി കുറച്ചു പേർക്ക് അർക്കാസുമ്മ ബീവിയുടെ അടുത്ത് പോകണം ആഗ്രഹം പറഞ്ഞു. അവരെയും കൊണ്ട് ഞാൻ അർക്കാസുമ്മ ബീവിയിലേക്കും മറ്റുള്ള എല്ലാവരും കൂടെ നേരെ അവരുടെ റൂമിലേക്കും കൂടി പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇന്ന് നമ്മൾ ഏർവാടിയിൽ നാട്ടിലേക്ക് തിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും സമയം കാര്യമായി ബാക്കിയുള്ളതുമില്ല. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ അർക്കാസുമ്മ ബീവിയുടെ അടുത്തെത്തിയ രംഗമാണ് ഈ കാണുന്നത്. അർക്കാസുമ്മ ബീവിയെ കുറിച്ച് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ, ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാപ്പയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വലിയ മഹദിയാണ്. ഇവിടെയും എന്താണ് അർക്കാസുമ്മ ബീവിയുടെ അടുത്തും കേസുകൾ നടക്കാറുണ്ട്. അർക്കാസുമ്മ ബീവി ഇവിടെ എത്തിയത് ഇങ്ങനെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയപ്പെടുന്നു. അർക്കാസുമ്മ ബീവിയെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നപ്പോൾ
ഓടി രക്ഷപ്പെട്ടു. അവസാനം അർക്കാസുമ്മ ബിബി ഈ ഒരു സ്ഥലത്തിപ്പായിരുന്നു. അർക്കാസുമ്മ ബിബിയെ മുടി അങ്ങ് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും അവരെ ഭൂമിയിലേക്ക് താന്നു പോയതാണ് എന്നൊക്കെ ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു. ഏതായാലും പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാം കേസുകൾ നടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കണേ. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ്, ഹോട്ടൽ വിൽസൺ. ഏർവാടിയിൽ വരുന്നവർക്ക് ആർക്കും ഹോട്ടൽ വിൽസൺ ബന്ധപ്പെട്ടാൽ അറിയാം. സയ്യിദാണ് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തും കൂടെയാണ്. വിൽസണിലാണ് നമ്മൾ സ്ഥിരമായി താമസമെടുക്കാറുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുങ്ങി തയ്യാറായി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാവുന്ന തംജീദ് ഉസ്താദ്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ബസ് കിടക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ്. അവിടേക്ക് പോയി ഇവിടുന്ന് നേരെ നമ്മൾ ഇത്തവണ നമുക്ക് മധുരയിൽ സിക്കന്ദർ മല ഇല്ല, അവിടെ അടവായിരുന്നു. അതുകൊണ്ട് നേരെ നാട്ടിലേക്കായിരുന്നു. മധുര വഴി തന്നെയാണ് നാട്ടിലേക്ക്. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കമന്റുകൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.